നമ്മളെല്ലാവരും ജീവിക്കാൻ ഒരു സുരക്ഷിതമായ സ്ഥലത്തിന് അർഹരാണ്. സ്വന്തം വീട് പോലൊരു സ്ഥലം. ടിയയ്ക്കും അതുപോലെ തന്നെയാണ് തോന്നിയത്. ഒരു സമ്പന്നവും മാന്യവുമായ ഒരു കുടുംബം അവൾ ദത്തെടുത്തപ്പോൾ പുറമേ നോക്കുമ്പോൾ സാധാരണ പോലെ തോന്നിയ ആ കുടുംബം എത്ര ക്രൂരമാണെന്ന് ആരും ഒരിക്കലും കരുതിയിരുന്നില്ല. അതിലും ദുഃഖകരമായത് ടിയ പലതവണ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ആരും അവളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവസാനം ടിയ ഈ ലോകം വിടുകയായിരുന്നു. ഈ സംഭവം ലോഗൻ സിറ്റി എന്ന സ്ഥലത്താണ് നടക്കുന്നത്. ടിയ എന്ന ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചിരുന്നു. അവൾ വളരെ സുന്ദരിയും സാധാരണ ജീവിതം നയിക്കുന്നവളുമായിരുന്നു. അവളുടെ സ്വപ്നം ഒരു ഡാൻസർ ആവുക. അതിനായി അവൾ ദിവസവും ഡാൻസ് ക്ലാസ്സിന് പോകുമായിരുന്നു. ജീവിതം ഇങ്ങനെയെല്ലാം നന്നായി പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അവളുടെ അമ്മയായ സിന്ധി ഫാർമർ. സിന്ധി സ്വന്തം മകളോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ടുമായി അവൾക്ക് സ്ഥിരം തർക്കമുണ്ടാകുമായിരുന്നു. ഈ പ്രശ്നത്തെക്കുറിച്ച് അധികാരികൾക്ക് വിവരം ലഭിച്ചു. ഇപ്പോൾ അധികാരികൾ തീരുമാനിച്ചു, ഇത് ടിയയ്ക്ക് സുരക്ഷിതമായ ഒരിടം അല്ല. അവളുടെ മാനസികാവസ്ഥയും പഠനവും ഇത് കാരണം ബാധിക്കും. അതുകൊണ്ട് സിന്ധിയുടെ ജീവിതം സ്ഥിരതയാകുന്നതുവരെ ടിയ ഇവിടെ തുടരാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ 2015 ജനുവരി മാസത്തിൽ ഒരു വലിയ തീരുമാനമെടുത്തു. ഫോസ്റ്റർ സിറ്റിയിലെ ഒരു സമ്പന്നവും പ്രശസ്തമായ ഒരു കുടുംബമായ തോർബൺ ഫാമിലി ടിയയെ ദത്തെടുത്തു. ഇതിന്റെ ഫലമായി സർക്കാർ ആ കുടുംബത്തിന് സാമ്പത്തിക സഹായവും നൽകി. ഇപ്പോൾ ടിയയുടെ പുതിയ അമ്മയായി എത്തുന്നത് ജൂലീന തോർബൺ. അവർ ഒരു ഡേ കെയർ സെന്റർ നടത്തുന്നു. അവരുടെ വീട്ടിൽ നിരവധി കുതിരകളും ഉണ്ടായിരുന്നു. ഇതിനോട് ടിയയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. ടിയയുടെ പുതിയ അച്ഛന്റെ പേര് റിക് തോർബൺ. മുൻപ് ട്രക്ക് ഡ്രൈവറായിരുന്ന അദ്ദേഹം പിന്നീട് ഒരു ഫുഡ് വാൻ ബിസിനസ് ചെയ്യുകയായിരുന്നു. ആ വാനിൽ ഒരു ലൈൻ എഴുതിയിരുന്നു, നത്തിങ് ഈസ് ഹെൽത്തി. ഈ വാചകം തന്നെ കുറച്ച് സംശയം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു. പുറത്തു നോക്കുമ്പോൾ ഈ വീട് സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ സ്വപ്ന വീട് പോലെ തോന്നും. പക്ഷേ ടിയയുടെ അമ്മയായ സിന്ധിക്ക് ഈ വീടിനെ കുറിച്ചൊരു സംശയം തോന്നി. പ്രത്യേകിച്ച് ആ വീട്ടിലെ 2 ആൺമക്കളെ കുറിച്ച്, ട്രെന്റ് തോർബൺ, ജോഷ് തോർബൺ. ആദ്യമേ തന്നെ ടിയെ ഈ വീട്ടിലേക്ക് വിടാൻ സിന്ധിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. സിന്ധിക്ക് ആൺകുട്ടികളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ആഗ്രഹമില്ലായിരുന്നിട്ടും അവൾ ടിയ ആ വീട്ടിലേക്ക് വിടേണ്ടി വന്നു. ടിയ മരണപ്പെടുന്നതിന് മുൻപ് ഏകദേശം 10 മാസം ആ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഈ സമയത്ത് പലപ്പോഴും ടിയ ആ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ തന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ രാത്രി ചിലവഴിക്കുകയും ചെയ്യും. പക്ഷേ ഭയന്ന് വീണ്ടും അവൾ അതേ വീട്ടിലേക്ക് തന്നെ തിരികെ വരും. അവൾ പലതവണ അധികാരികളെ വിവരം അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആരും അവളെ സഹായിച്ചില്ല. ഒരു ദിവസം ടിയ തന്റെ മുത്തശ്ശിയുമായി സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ വീട് വിടാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്, ഇവിടെയുള്ള കുതിരകൾ അവൾക്ക് വളരെ ഇഷ്ടമാണ്. രണ്ടാമത്, ആ വീട്ടിലെ ചെറുപ്പക്കാരനായ ട്രെന്റ് തോർബനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. മുത്തശ്ശി ഇത് സാധാരണയായി എടുത്തു. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അതിനുശേഷം സംഭവിച്ചത് മുഴുവൻ ഓസ്ട്രേലിയയും ഞെട്ടിപ്പിച്ചൊരു കുറ്റകൃത്യമായിരുന്നു. 2015 ഒക്ടോബർ മാസം 30 ടിയ പെട്ടെന്ന് കാണാതായി. പക്ഷേ അന്വേഷണം ശരിയായി ആരംഭിച്ചത് നവംബർ 5 ഇതിന് കാരണം, ഇതിനു മുൻപും ടിയ പലതവണ കാണാതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുടുംബം ഇത് ഗൗരവമായി എടുത്തില്ല. ടിയയെ ദത്തെടുത്ത അച്ഛനായ റിക് തോർബൺ പോലീസിനോട് പറഞ്ഞു, ഞാൻ അവളെ രാവിലെ സ്കൂളിൽ ഇറക്കി, അതിനുശേഷം ഞാൻ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു. മറ്റൊരു വശത്ത് ട്രെന്റ് തോർബൺ പറഞ്ഞത്, സന്ധ്യയ്ക്ക് അവൾ അതേ വസ്ത്രത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്നത് ഞാൻ കണ്ടുവെന്ന്. പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഒരു തെളിവുകളും ലഭിച്ചില്ല. ടിയയുടെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ഒരു വലിയ സത്യം പുറത്തു വന്നു. ടിയ അന്നത്തെ ദിവസം സ്കൂളിൽ വന്നിട്ടേയില്ല. ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ചോദ്യം ഉയരുന്നത്, ഈ കുടുംബം എന്തിന് കള്ളം പറയുന്നു? പിന്നീടുള്ള സംശയം, ടിയ സ്വന്തം അമ്മയോടൊപ്പം പോയിട്ടുണ്ടാകുമോ എന്നാണ്. പക്ഷെ അന്വേഷണം നടത്തിയപ്പോൾ അതും തെറ്റാണെന്ന് തെളിഞ്ഞു. ടിയെ എവിടെയും കണ്ടെത്താനായില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന സത്യം പുറത്തു വന്നു. മത്സ്യബന്ധനക്കാർ ഒരു നദിയിൽ നിന്നും ടിയെ കണ്ടെത്തി. ആ നദിയുടെ പേര് പിൻപാമ റിവർ. ടിയെ കണ്ടെത്തിയ സ്ഥലം അത് വളരെ സംശയാസ്പദമായിരുന്നു. അവൾ കാണാതായ ദിവസം ധരിച്ചിരുന്ന വസ്ത്രമല്ല അവൾ ധരിച്ചിരിക്കുന്നത്. ഇത് കേസിനെ കൂടുതൽ ഗൂഢാലോചനയിലേക്ക് നയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടിയയുടെ പിങ്ക് കളർ ബാഗ് അത് പോലീസിന് ഒരിക്കലും കണ്ടെത്താനായില്ല. അതിനേക്കാൾ ഭയാനകമായ കാര്യം, ടിയെ കണ്ടെത്തിയ അവസ്ഥ അത് അത്രയും മോശമായിരുന്നു. അവൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുപോലും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. അതിലൂടെ അവൾ എന്തൊക്കെ സഹിച്ചിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഈ സംഭവം പുറത്തു വന്ന ശേഷം പോലീസ് ആ നഗരത്തിന് സമീപമുള്ള ഏകദേശം 300 ക്രിമിനലുകളെ അന്വേഷണ വിധേയമാക്കി. എല്ലാവരെയും ചോദ്യം ചെയ്തു. പക്ഷെ ഒരു തരത്തിലുള്ള തെളിവും ലഭിച്ചില്ല.
പിന്നീട് ഒരു വിചിത്ര കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഫേസ്ബുക്കിൽ വന്ന ചില കമന്റുകളാണ്. ടിയെ കാണാതായ ശേഷം അവളെ ദത്തെടുത്ത അച്ഛനായ റിക് ടോർബൺ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു: ടിയ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ദയവായി അവളെ ഞങ്ങളിലേക്ക് തിരികെ അയക്കൂ എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു കുട്ടി കാണാതായാൽ ഒരു കുടുംബം എന്ത് ചെയ്യും? പുറത്ത് ചെന്ന് അന്വേഷിക്കുമോ, അതോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കമന്റുകൾ ചെയ്യുമോ? ഈ ഒരു പെരുമാറ്റം നഗരത്തിലെ ആളുകൾക്ക് വളരെ സംശയാസ്പദമായി തോന്നി. കാലം ഇങ്ങനെ കടന്നുപോയി, തെളിവുകളൊന്നും ലഭിച്ചില്ല. അവസാനം പോലീസ് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ 2016 മെയ് മാസത്തിൽ ഒരു അനോണിമസ് കോൾ പോലീസിന് ലഭിച്ചു. ആ കോൾ വിളിച്ച വ്യക്തി പറഞ്ഞത്, ടിയെ ദത്തെടുത്ത ആ കുടുംബം അവർ സാധാരണക്കാരല്ല, അവരുടെ പിന്നിൽ ഒരു ഇരുണ്ട രഹസ്യമുണ്ടെന്ന്. ട്രെന്റ് തോർബണിനും ടിയയ്ക്കും ഇടയിൽ ഒരു അനാചാര ബന്ധമുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അവസാനം ട്രെന്റ് ടിയോട് ചെയ്ത ചില കാര്യങ്ങൾ കാരണമാണ് അവൾക്ക് വേദനയുണ്ടായി. ഇത് പുറത്തറിയുമോ എന്നുള്ള ഭയത്തിൽ ആ കുടുംബം തന്നെ അവളെ ഇല്ലാതെയാക്കി. ഈ വിവരത്തെ അടിസ്ഥാനമാക്കി പോലീസ് നടപടിയെടുത്തു. തോർബൺ കുടുംബത്തിന്റെ വീട്ടിൽ രഹസ്യ മൈക്രോഫോണുകൾ സ്ഥാപിച്ചു. ഈ ഓഡിയോ റെക്കോർഡിംഗുകൾ വഴി പതിയെ തെളിവുകൾ ലഭിക്കാൻ തുടങ്ങി. അവസാനം ഒരു വലിയ തെളിവ് ലഭിച്ചു. ട്രെന്റ് തോർബൺ ഫേസ്ബുക്കിൽ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ടിയയ്ക്ക് സംഭവിച്ചതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. ഇതിലും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവൻ പറഞ്ഞിരുന്നു, ഇക്കാര്യങ്ങളെല്ലാം തന്റെ കുടുംബത്തിനും അറിയാമെന്ന്. അതിനുശേഷം അവന്റെ അച്ഛനായ റിക് ടോർബൺ ഈ മുഴുവൻ കാര്യവും കൈകാര്യം ചെയ്തു. എല്ലാവരെയും വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. പോലീസ് അവർക്ക് ലഭിച്ച വിവരങ്ങളും തെളിവുകളും ഈ റെക്കോർഡിംഗ്സുമായി ക്രോസ് ചെക്ക് ചെയ്തു. അവസാനം മുഴുവൻ സത്യവും പുറത്തു വന്നു. ആ രഹസ്യ റെക്കോർഡിംഗിൽ ടിയുടെ ദത്തെടുത്ത അച്ഛനായ റിക് ടോർബൺ കുടുംബത്തോട് ഇങ്ങനെ പറയുന്നത് കേൾക്കാം: നിങ്ങൾ എല്ലാവരും ഇതേ കഥയിൽ ഉറച്ചു നിൽക്കണം, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഇവിടെ നിന്ന് ആദ്യം പോവുക, ടിയെയും എന്നെയും ഇവിടെ ഒറ്റയ്ക്ക് വിട്ടാൽ മതിയെന്ന്. ഇതിന് പിന്നാലെ 2016 സെപ്റ്റംബറിൽ മുഴുവൻ കുടുംബത്തെയും അറസ്റ്റ് ചെയ്തു. പോലീസ് റിക്കിന്റെ കാർ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ ടിയെ കാണാതായ ആ സമയത്ത് തന്നെ ആ കാർ മറ്റൊരാൾക്ക് നൽകിയതായും കണ്ടെത്തി. പിന്നീട് കാർ കണ്ടെത്തിയെങ്കിലും അതിൽ നിന്ന് ഒരു തെളിവും ലഭിച്ചില്ല. തുടർന്ന് 22 വയസ്സുള്ള ജോഷ് തോർബണിനെ ചോദ്യം ചെയ്തു. അവനെല്ലാം സമ്മതിച്ചു. ടിയയ്ക്ക് സംഭവിച്ചതെല്ലാം എന്റെ സഹോദരനായ ട്രെന്റ് തോർബണും അച്ഛനും ചേർന്ന് ചെയ്തതാണെന്ന്. അങ്ങനെ നീണ്ട മാസത്തെ അന്വേഷണത്തിനൊടുവിൽ 2017 നവംബർ മാസത്തിൽ ജൂലിന തോർബണിന് 18 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. ട്രെന്റ് തോർബണിന് 4 വർഷത്തെ തടവ്. ജോഷ് തോർബണിന് പോലീസിനോട് കള്ളം പറഞ്ഞതിന് 3 മാസത്തെ ശിക്ഷ ലഭിച്ചു. അടുത്തത് റിക് ടോർബൺ, അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ഇതോടെ കേസ് അവസാനിച്ചു എന്ന് തോന്നുമെങ്കിലും ഇനിയും ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ടിയയ്ക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? 2020 ജൂൺ മാസം 8-ാം തീയതി റിക് ഒരു സത്യം വെളിപ്പെടുത്തി. അയാൾ പറഞ്ഞത്, തന്റെ മകനായ ട്രെന്റ് തോർബൺ തന്റെ അടുത്ത് വന്നൊരു കാര്യം പറഞ്ഞു. ടിയ തന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തെറ്റായ ഗുരുതരമായൊരു സംഭവം നടന്നുവെന്ന്. ഇത് പുറത്തു പോകുമെന്ന ഭയത്തിൽ അച്ഛനായ റിക് മകൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തു. ഈ ഉത്തരവാദിത്വം മുഴുവനും അയാൾ ഏറ്റെടുത്തു. ഞാൻ ടിയയുമായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഭയവും ദേഷ്യവും എല്ലാം കൊണ്ട് ഞാൻ അവളെ കൊന്നു എന്നാണ് റിക് പറഞ്ഞത്. ശേഷം അവളുടെ ശരീരം കാറിൽ കൊണ്ടുപോയി പിംപാമ റിവറിൽ എറിഞ്ഞു. ഈ സത്യം പുറത്തു വന്നതോടെ ക്യൂൻസ്ലാൻഡ് മുഴുവനും പ്രതിഷേധത്തിലിറങ്ങി. ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങി. എല്ലാവരും നീല നിറത്തിലുള്ള ടീഷർട്ടുകൾ ധരിച്ചു. അതായത് ടിയയുടെ ഇഷ്ടനിറം നീലയായിരുന്നു. അവസാനമായി ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടെ വന്നു. ട്രെന്റ് തോർബൺ ജയിൽ വിട്ടിറങ്ങി. അടുത്തിടെ ഒരാൾ അവനെ ടിൻഡറിൽ പുതിയ പങ്കാളിയെ അവൻ തേടുന്നതായി കണ്ടു. നിങ്ങൾ തന്നെ പറയുക, ഈ സത്യം അറിഞ്ഞതിനു ശേഷം ഏതെങ്കിലും പെൺകുട്ടി ടിൻഡറിൽ അവൻ ഓക്കെ പറയുമോ? ഈ കേസ് വളരെ ഗൗരവമുള്ളതും അസ്വസ്ഥമുളവാക്കുന്നതുമായ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സേഫായി തോന്നുന്നതെല്ലാം സത്യത്തിൽ സുരക്ഷിതമല്ല. പുറത്തുനിന്ന് സമ്പന്നവും മാന്യമായ കുടുംബം പോലെ തോന്നിയാലും ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. കുട്ടികളുടെ വാക്കുകൾ ഒരിക്കലും അവഗണിക്കരുത്. ടിയ പല തവണ സഹായം തേടിയെങ്കിലും അവളുടെ വാക്കുകൾ സമയത്ത് കേട്ടിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഈ അധികാരികളുടെ അലംഭാവം അപകടകരമാണ്. മുൻപ് കാണാതായിട്ടുണ്ടെന്ന കാരണത്താൽ കേസ് സീരിയസ് ആയി എടുത്തില്ല. ഇത് വലിയൊരു പിഴവായിരുന്നു. ഭയം കാരണം സത്യം മറയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു കുറ്റകൃത്യമായി മാറും. സത്യം മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കുടുംബം മുഴുവനും വലിയ കുറ്റത്തിലകപ്പെട്ടു. ഒരു തെറ്റ് അത് ജീവിതം മുഴുവനും നശിപ്പിക്കും. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം, അതായത് ഭയവും സ്വാർത്ഥതയും നിരപരാധികളുടെ ജീവൻ എടുക്കും. നിരവധി ആളുകളുടെ ജീവൻ നശിപ്പിക്കും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, കുട്ടികളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. ഇല്ലെങ്കിൽ വൈകുമ്പോൾ സത്യം മാത്രം അവിടെ ബാക്കി നിൽക്കും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.